നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ ഞാൻ വീഡിയോയായി അവതരിപ്പിച്ചിരുന്നു. ചാട്ടുളി പോലത്തെ വാക്കുകളാണ് അവർ ആ ഫേസ്ബുക്ക് കുറിപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പെൺകുട്ടികൾക്കുള്ള ഒരു കൃത്യം മെസ്സേജ്. ആണുങ്ങൾ നിങ്ങളെ വിളിക്കും, അതൊക്കെ കേട്ട് ചെന്ന് കിടന്നുകൊടുത്താൽ പിന്നെ ചറപറ പ്രസവിക്കുകയായിരിക്കും നിങ്ങളുടെ ജോലി. വിവാഹത്തിന് മുൻപ് ഗർഭിണിയാകണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഗർഭിണിയായി പിന്നീട് മൂങ്ങിയിട്ടൊന്നും കാര്യമില്ല. ഗർഭിണിയാകുന്നതൊക്കെ വിവാഹം കഴിഞ്ഞിട്ടാവുന്നതാകും നല്ലത്. ഇതായിരുന്നു അഡ്വക്കേറ്റ് ദീപ ജോസഫിൻ്റെ ഇന്നലത്തെ ഉപദേശം. എന്നാൽ ഇന്ന് ഒരു പടി കൂടി കടന്ന് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അവർ വളരെ ശക്തമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തിരി ന്യായീകരിച്ചു എന്നതിൻ്റെ പേരിൽ ദീപ ജോസഫിനെതിരെ ശക്തമായ സൈബർ ആക്രമണമുണ്ടായി. എന്നാൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തിനെ അത്ര വ്യക്തമായി ന്യായീകരിക്കുന്നില്ല. എന്നാൽ ഇരയെന്ന അവകാശവാദം ഉയർത്തി നിൽക്കുന്ന ആ പെൺകുട്ടിയെ ദീപ ജോസഫ് നിശ്ചിതമായി വിമർശിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ടല്ലോ. ഊരും പേരുമൊന്നും വെളിപ്പെടുത്താതെ ഏതെങ്കിലും ഒരു ഇരുണ്ട കോണിൽ നിന്ന് ഒരാൾക്ക് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇത്തരം ചില പ്രതികരണങ്ങൾ കൂടി ഉയർന്നു വരും. ദീപയുടെ ഈ ഫേസ്ബുക്ക് കുറിപ്പിലെ എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല. എങ്കിലും ഈ ഫേസ്ബുക്ക് പോസ്റ്റും ശക്തമാണ്. സത്യങ്ങൾ ഒരിക്കലും മറഞ്ഞിരിക്കില്ല. കള്ളങ്ങൾ എന്നെന്നും സംരക്ഷിക്കപ്പെടുകയുമില്ല. ഇനിയൊരു വ്യാജഗർഭം, സ്നേഹം, വിവാഹ കഥകളുമായി ഉരുത്തിയും വരരുത്. നിൻ്റെയൊക്കെ ചീഞ്ഞളിഞ്ഞ ജീവിതം കാരണം യഥാർത്ഥ ഇരയ്ക്ക് നീതി കിട്ടാതെ പോകുന്നു. കേരളത്തിലെ പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള മലയാളികളെ, നിങ്ങൾ കേട്ടതെല്ലാം വിശ്വസിക്കരുത്. കാരണം അതൊന്നും സത്യമല്ല. വാർത്തകൾ സൃഷ്ടിക്കുക എന്ന് മാത്രമേ മാധ്യമങ്ങൾ ചെയ്യുന്നുള്ളൂ. അതിൽ സത്യത്തിൻ്റെ കണികയുണ്ടോ എന്ന് നോക്കാൻ സൂക്ഷ്മദർശിനി വേണ്ടിവരും. എൻ്റെ ജന്മം തന്നെ സത്യത്തിനും നീതിക്കും വേണ്ടിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നീതി കിട്ടാതായാൽ നീ തീയാകണം എന്നാണ് ഞാൻ പറയാറ്. ഇന്നലെ ഞാൻ FBയിൽ ചോദിച്ചു, ഞാൻ ഒരു മഹാസത്യം വിളിച്ചു പറയട്ടെ എന്ന്. ആ സത്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു അഭിഭാഷക എന്നും സത്യത്തിൻ്റെ കാവലാളാണ്. മറച്ചുവെച്ച സത്യം തേടി അവർ ഏത് അറ്റം വരെയും പോകും. സത്യം എന്താണെന്ന് ഉറപ്പാകും വരെ അവരുടെ യാത്ര തുടരും. എൻ്റെ സത്യം തേടിയുള്ള യാത്ര അവസാനിപ്പിച്ചു. ഞാൻ സത്യം വെളിപ്പെടുത്താൻ പോകുന്നു. മീഡിയയിൽ സത്യമില്ല എന്ന സത്യം ഇതോടെ തെളിയുന്നു. നന്ദനം സിനിമയിൽ നവ്യ പറയുന്നുണ്ട്, ഞാൻ കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന്. ഇതുപോലെ എൻ്റെ ഫേസ്ബുക്കിലും വാർത്തകളിലും റേറ്റിംഗ് കൂട്ടാൻ പേരിനൊരു മാധ്യമപ്രവർത്തക അങ്ങേയറ്റം ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും, കേട്ട് കാണും. അവരോട് ചോദിക്കട്ടെ, സഹോദരി, ആരെയാണ് നിങ്ങൾ ഇര എന്ന് പറയുന്നത്? ഇര എന്നാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സത്യത്തിൽ ഇരയെന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഒരു യഥാർത്ഥ ഇരയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാഹുൽ, നിന്റെ ജീവിതം ഒരു നേതാവിന് യോജിച്ചതായിരുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു. ചെറുപ്പക്കാരുടെ ചില്ലറ അസ്കിതകൾ നിന്നെ ബാധിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇക്കഴിഞ്ഞ നാളിൽ നീ അനുഭവിച്ചത്. ജീവിതത്തെ തിരുത്തുക, ഒരു നല്ല നേതാവാകുക. അഴകുള്ള ചക്കയിൽ ചുളയുണ്ടാവില്ല എന്ന് ഏറ്റവും നന്നായി അറിഞ്ഞത് നീയാവും രാഹുൽ. എൻ്റെ ഒരു കുഞ്ഞു സഹോദരൻ, അവനുള്ള പ്രായമേ നിനക്കുള്ളൂ. അതുകൊണ്ട് ചെറിയ വലിയ ഉപദേശമായി കരുതിയാൽ മതി. ഇനിയും മീഡിയ രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ നിങ്ങൾ ഒന്നുമറിയാതെ ഇര എന്ന് വിശേഷിപ്പിക്കുന്നവളുടെ മുഴുവൻ ചരിത്രവും എനിക്ക് ലോകത്തോട് പറയേണ്ടി വരും. സത്യത്തിൽ അവൾക്ക് പരാതിയില്ല. കാരണം അവൾ വിവാഹിതയാണ്. മാധ്യമപ്രവർത്തകയായി ഇന്നലെയും ഇന്നും നാളെയും ജോലി ചെയ്യും. അവൾ 1 വർഷത്തിലേറെയായി വിവാഹിതയാണ്. സത്യത്തിൽ ഇര അവളെ കെട്ടിയ പാവം ചെക്കനാണ്. ഒന്നുമില്ലാത്ത ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി കല്യാണം കഴിച്ചു ചതിക്കപ്പെട്ട ആ പാവം പയ്യനാണ് ഇര. ഫോട്ടോ സഹിതം തെളിവുകളുണ്ട്. കൂടാതെ ഇവൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലെന്ന് മാത്രമല്ല, ചാനൽ സ്വന്തമായുള്ള പാർട്ടിയുടെ സ്വന്തം മോളാണ്. ഇനി പറ, ആ ഇര ആരാണ്? CPI CPM കൊണ്ടുപിടിച്ചിളകാൻ അവർക്ക് അമ്പലം വിഴുങ്ങിയ കഥകൾ മൂടിവെക്കണം. കേരളത്തിൽ നടക്കുന്ന അഴിമതി ഒന്ന് മൂടിവെക്കണം. ഭരണ നിഷ്ക്രിയത്വം ഒന്ന് മൂടിപ്പിടിക്കണം എന്നൊക്കെ മാത്രമേ ഉള്ളൂ. എന്നാൽ കോൺഗ്രസിൻ്റെ ഉദ്ദേശം എന്താണ്? തലയ്ക്ക് മീതെ വളർന്നാൽ വെട്ടിക്കളയണമെന്നാണ് നേതൃത്വം കരുതുന്നത്. കാരണം രാഹുൽ കഴിവുള്ളവനാണ്. ഇന്നലെ മുളച്ച തകര പോലും സീൽക്കാരമിടുന്നു. ഇവൾക്കൊക്കെ നാണമില്ലേ? ഇവളും ഭർത്താവുണ്ടായിട്ടും പലരുടെ ഒപ്പം അന്തിയുറങ്ങുന്ന പിൽസ് ഫാക്ടറി ഉടമകളാണോ എന്ന് സംശയം തോന്നുന്നു. പെണ്ണിൻ്റെ മാന്യത അവളുടെ പെരുമാറ്റവും സ്വഭാവവുമാണ്. ഒരു പദവി കിട്ടിയാൽ എന്തും വിളിച്ചു പറയാൻ നീ എന്തു സത്യമറിഞ്ഞു? ഇത്രയും മോശമായി ചിത്രീകരിക്കുമ്പോഴും അവനൊന്നും മറുത്തു പറഞ്ഞില്ല. അവളെ അപമാനിച്ചില്ല. ഒരു നല്ല പുരുഷൻ്റെ ലക്ഷണം. MLA ആകും മുൻപേ ഉണ്ടായിരുന്നൊരു ബന്ധം. അതിനിടയിൽ അവൾ വിവാഹിതയും. പിന്നെ അവളെ നാണം കെടുത്തേണ്ട എന്ന ഒറ്റ കാരണത്താൽ മൗനം ഭജിച്ചു. നന്നായി രാഹുൽ, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. മാധ്യമങ്ങൾ നിങ്ങളെ ഏത് കാലത്തെ ഗർഭകഥയാണ് ഇനി പറയുന്നത്?
ഇത്രയുള്ള മാധ്യമങ്ങളെന്ന് നിങ്ങൾ തെളിയിച്ചു. ഇതാണ് നിങ്ങളുടെ മാധ്യമധർമ്മം എന്നും വിവരമുള്ള ജനം മനസ്സിലാക്കി. ഇനിയും തലച്ചോറിനുള്ളിൽ മണ്ണും മണലും നിറച്ച അന്തം കമ്മികളെ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇരയല്ല മഹാഫ്രോഡ്. എടി കൊച്ച, നീ ധൈര്യമായി കേസ് കൊടു, മാധ്യമ വിചാരണ നിർത്തൂ. അതല്ല, നിന്റെ കള്ളക്കളികൾ ഞാനായി പരസ്യപ്പെടുത്തണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഒരുക്കമാണ്. ഇനിയും ഒരു പുരുഷനെയും ഇതുപോലെ ഹണി ട്രാപ്പിൽ കൊണ്ടുവരരുത്. ഇന്ന് തന്നെ നിന്റെ കൂടെ ജോലി ചെയ്യുന്ന അവളോടും നിനക്കായി പണി ചെയ്യുന്ന PROമാരോടും ഇവിടെ വെച്ച് ഈ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ പറയണം. അല്ലാത്ത പക്ഷം എന്നെപ്പോലെ ഉള്ള ഒരുപാട് പേര് നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യും. പണ്ട് കയ്യും കാലും കണ്ണും കാണിച്ച് മയക്കിയവൻ MLA ആയപ്പോൾ അവനെ കൊടുക്കാൻ നിന്റെ ഗർഭം. എന്നിട്ട് നീ 1 വർഷം മുൻപ് വിവാഹിതയായതുകൊണ്ട് രാഹുൽ നിനക്കെതിരെ ഒന്നും പറയാത്തത് അവൻ്റെ മാന്യത. പക്ഷെ നീ ചതിച്ച് ജീവിതം നശിപ്പിച്ച നിന്റെ സ്വഭാവം അറിയാതെ സ്നേഹിച്ചു കിട്ടിയ പാവം പയ്യൻ നീതിക്ക് വേണ്ടി എന്നെ സമീപിച്ചാൽ ഞാൻ അവനെ ചേർത്ത് പിടിക്കും. രാഹുലിനെ പിടിച്ചതിലും അതിശക്തമായി. ഇത് സ്നേഹം കാണിച്ച് ശരീരം വിൽക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കുമുള്ള മുന്നറിയിപ്പാണ്. നിങ്ങൾ ചതിക്കുന്ന ഓരോ പുരുഷനും നീതിക്ക് കാവലാളായി എന്നെപ്പോലെ 1000 പേരുണ്ടാകും. ഇനി ആർക്കാണ് എൻ്റെ ഡിഗ്രിയുടെ ഉറവിടം അറിയേണ്ടത്? ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ ആദ്യം സത്യം അറിയണം. അല്ലാത്ത പക്ഷം സത്യത്തിൽ ഇരയാകുന്നവരെ കൂടി വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. നീതി അവർക്ക് ഒരിക്കലും കിട്ടാക്കനിയാകും. കള്ളമാധ്യമങ്ങളിൽ നിന്ന് ദൂരം പാലിക്കൂ. അവർക്ക് അവിഹിതം മാത്രമേ താല്പര്യമുള്ളൂ. റേറ്റിംഗ് മാത്രമാണ്, സത്യമല്ല അവരുടെ ലക്ഷ്യം. ഗർഭകഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. രാഹുൽ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം സംശുദ്ധമായി നടത്തണം. കള്ളക്കഥകൾ മെനയുന്ന മീഡിയ അത് നിർത്തണം. ഗർഭിണി ഇനി പ്രസവിക്കില്ല, കാരണം രാഹുലിനെ നശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെയും കൂട്ടാളികളുടെയും ലക്ഷ്യം. ഇനിയും അത് തുടർന്നാൽ ഞാൻ സർവ്വ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും. കഥകൾ പൊളിക്കും. ജനങ്ങളെ, നമ്മൾ കേൾക്കുന്നതല്ല സത്യം. ഒരാണിനെ തകർക്കാൻ ഒരു പെണ്ണിന് 1 നിമിഷം മതി. ഒരൊറ്റ സെക്സ് ബോംബ്. എൻ്റെ അപ്പനും സഹോദരനും ഭർത്താവും മകനും സുഹൃത്തും ഞാൻ സ്നേഹിക്കുന്ന ഏതൊരു പുരുഷനും അതിൽ ഒരു കല്ലേറ് ദൂരത്തിൽ മാത്രമാണെന്ന് ഞാൻ അറിയുന്നു. അവർ അറിയാതെ അവരെ വിഴുങ്ങാൻ ഇതുപോലെ ഓരോ അവതാരങ്ങൾ അവർക്ക് ചുറ്റിലുമുണ്ട്. പ്രത്യേകിച്ച് പണമോ പ്രതാപമോ പദവിയും ഉള്ള പുരുഷനെ മാത്രം തേടി എത്തുന്ന രംഭമേനക തിലോത്തമമാരെ സൂക്ഷിക്കുക. ചതിക്കപ്പെട്ട പെണ്ണ് ഒരിക്കലും പരാതി പറയാൻ വർഷങ്ങൾ കാത്തിരുന്ന സീരിയൽ ഗർഭകഥ പറയില്ല. ഈ കള്ള ഗർഭകഥ ഇവിടെ അവസാനിപ്പിക്കണം. അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ വളരെ ശക്തമായ അവതരണം. മുൻപൊരിക്കൽ ഇരയെ താൻ കണ്ടു എന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വനിതാ മാധ്യമ പ്രവർത്തക. അതിനപ്പുറം ഇരയെ തനിക്കറിയാം. ഇര ഒരു വിവാഹിതയാണ്. 1 വർഷത്തോളം മറ്റൊരു യുവാവിനൊപ്പം ജീവിച്ചു. ആ യുവാവാണ് യഥാർത്ഥ ഇര. അവനെ എനിക്കറിയാം എന്നൊക്കെ കേരളത്തോട് വിളിച്ചു പറയുകയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ്. രാഹുൽ മാങ്കൂട്ടം വിഷയം നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ്, ഒരു അഭിഭാഷകയാണ് ദീപ ജോസഫ് എന്നീ കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. പക്ഷേ ഇനി പരസ്പരം വിഴുപ്പലക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. ദീപ പറയുന്നത് പോലെ ഇവിടെ അവസാനിപ്പിക്കുക ഈ ഗർഭക്കേസ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.